പ്രതീക്ഷ എങ്ങനെയാണ്? കേരളത്തിലുടനീളം ജനങ്ങളുടെ ശരിയായ പ്രതികരണമാണ് ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായിട്ട് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം കുറേ കാലമായിട്ട് കൈവശം വെക്കുന്ന യു ഡി എഫിൻ്റെ തന്നെയും കോൺഗ്രസിൻ്റെ KPCC പ്രസിഡൻറ്റുമായിട്ട് മത്സരിക്കുന്ന ഈ നിയോജകമണ്ഡലത്തിൽ കെ ശൈലജ ടീച്ചർ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്ന ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ് വോട്ടെടുപ്പിന് മുമ്പ് ഇവിടെ ഈ മണ്ഡലത്തിൽ അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പ്രചരണത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ജനങ്ങളാകെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള വലിയ രീതിയിലുള്ളൊരു സമാപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പേരാവൂർ ഇത്തവണ എന്തായാലും LDF പിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കൂട്ടർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്രാവശ്യം ശൈലജ ടീച്ചറിലൂടെ ഈ മണ്ഡലം പിടിക്കുക തന്നെ ചെയ്യും. പേരാവൂർ ഒരു തവണ ടീച്ചർ ജയിച്ചതാണ്. അത് കഴിഞ്ഞാണ് സണ്ണി ജോസഫ് പിടിച്ചെടുത്തത്. ഇത്തവണത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ടീച്ചർക്ക് അനുകൂലമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ടീച്ചർക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ്. ഒരു മൂന്നാം ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം തീരുമാനിക്കുന്നത്. ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ലെന്ന് മാത്രമല്ല, ഗവൺമെൻറ് തുടരണം എന്ന വികാരമാണ് ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് കാര്യം. ടീച്ചർ എങ്ങനെയാണ് പ്രചരണം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്, അവസാന നിമിഷങ്ങളിലേക്കാണ്, എങ്ങനെയാണ് ടീച്ചറുടെ ഒരു കണക്കൂട്ട്? വളരെയേറെ ആവേശത്തിലാണ്. കേരളത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനുകൂല തരംഗമാണ് ഉണ്ടാകുന്നത്. പേരാവൂർ നിയോജക മണ്ഡലത്തിലും ഇക്കുറി നല്ല ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. അതിൻ്റെ ഒരു ആവേശമാണ് കാണുന്നതെല്ലാം. അതായത് ടീച്ചർ നേരത്തെ പേരാവൂർ AD മുസ്തഫേനെ തോൽപ്പിച്ച അതേ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നാണോ? തീർച്ചയായിട്ടും ആ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇക്കുറി LDF അനുകൂലമായി പേരാവൂർ ജനത വോട്ട് രേഖപ്പെടുത്തും.